അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ മടിത്തട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട KSRTC ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. KSRTCയുടെ തന്നെ സ്ലീപ്പർ കോച്ചായിട്ടാണ് നമ്മുടെ ഈ ഒരു ബസ്. 3 ബസ്സാണ് അവർക്കുള്ളത്. ആ 3 ബസ്സും അവർ സ്ലീപ്പർ കോച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംരംഭമാണ്. ഇവിടെ വിനോദസഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് അവർക്ക് ഒരു റൂം റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. KSRTCക്ക് ഉള്ളിൽ തന്നെയാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. കിടക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ്. അതായത് ബാത്റൂം നമ്മൾ മൂന്നാർ ബസ് ഡിപ്പോയ്ക്ക് അകത്ത് തന്നെ പോകണം. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാം. അങ്ങനെ അതിനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ബസ് ഫുൾ AC ആണ്. അതുപോലെ ഫുള്ള് കൊതുകടിയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി ഫുള്ള് നെറ്റ് കവർ ചെയ്തിട്ടേക്കാണ്. അതുപോലെ നമ്മുടെ ലഗേജുകളും മറ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അറകളും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. KSRTC നമുക്ക് തന്നേക്കുന്ന മറ്റൊരു ഓഫർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് 250 രൂപ നിരക്കിൽ അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ കൊണ്ടുപോവുകയും അവിടെ അവർ നിർത്തി തരികയും ചെയ്യും. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് പോയി ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, വ്ലോഗ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും അവർ സൗകര്യത്തോടു കൂടി ഒരുക്കി തരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഭാഗ്യം നമ്മൾ ഇന്നിപ്പോൾ മൂന്നാർ എത്തിയപ്പോൾ നമുക്കും അത് ലഭിച്ചിട്ടുണ്ട്. അതെ, എന്തായാലും നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ KSRTC അതിൻ്റെ ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തരികയാണ്. നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ഷാബു, KSRTC ഡ്രൈവറാണ്. മൂന്നാർ ഡിപ്പോയിൽ ഞാൻ ജോലി ചെയ്യും. ബഹുമാനപ്പെട്ട നമ്മുടെ MD വിജയ് പ്രഭാകർ IAS സാറിൻ്റെ വിനോദസഞ്ചാര മേഖലകളെ പരമാവധി KSRTC ഉപയോഗപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിനോദ സഞ്ചാരികൾക്ക് സ്റ്റേ ചെയ്യാൻ 1 നൈറ്റ് അല്ലെങ്കിൽ 2 നൈറ്റ് ചിലവഴിക്കാൻ പരമാവധി കുറഞ്ഞ ചിലവിൽ KSRTC സൗകര്യം ഒരുക്കി കൊടുക്കുക. പിന്നെ കൂടാതെ അവർക്ക് രാവിലെ ഇവിടെ വരുന്ന മാട്ടുപ്പെട്ടി എക്കോ പോയിൻ്റ്, ടോപ്പ് സ്റ്റേഷൻ, മാട്ടുപ്പെട്ടി ഡാം, പാർക്ക്, അങ്ങനെയുള്ള സൗകര്യ സ്ഥലങ്ങളിൽ ഒരു 250 രൂപ റേറ്റിൽ ഇവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരു സർവീസ് ബസ്സും ഇട്ട് അങ്ങനെ വിനോദസഞ്ചാര മേഖലയെ പരമാവധി ഉപയോഗപ്പെടുത്തി KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 3 ബസ്സുണ്ട്. ഒരു വണ്ടിയിൽ 16 വെച്ച് നമ്മൾ ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്നാൽ പോലും അവധി ദിവസങ്ങളിൽ നമുക്ക് വളരെ ജനബാഹുല്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് നമുക്ക് ഭാവിയിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബസ്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ മുജീർ മച്ചാൻ എന്താ നമ്മുടെ സ്ലീപ്പർ കോച്ച് ഡിപ്പോയിലോട്ട് കയറുകയാണ്. എന്താണ് ഇതിനുള്ളിലുള്ളതെന്ന് ഇവിടെ AC ഉണ്ട്, കുടിക്കാനായിട്ട് വെള്ളമുണ്ട്, ഫാനുണ്ട്, ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ 3 പേർക്ക് ഇരിക്കാനുള്ള 4 പേർക്ക് ഇരുന്ന് ആഹാരം. അതുപോലെ തന്നെ ചേർന്നെടുത്ത് മാറ്റാൻ പറ്റില്ല കേട്ടോ. ഇതിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ബെഡെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം. 2 സൈഡിലായിട്ടാണ് കേട്ടോ. 2 സൈഡിലായിട്ട് പോകുന്നത്. 16 പേർക്ക് താമസിക്കാനായിട്ടുള്ള ബെഡുണ്ട്. നമുക്ക് ഇതിലേക്ക് കൂടെ ഒന്ന് പോയി നോക്കാം. വന്നേ അപ്പോൾ നമ്മളിവിടെ ബുക്ക് ചെയ്തേക്കുന്ന സ്പേസ് ഇതാ ബസ്സിന്റെ ഏറ്റവും ബാക്ക് സൈഡിലുള്ള ഇവിടെ അതിനുമ്പ് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് ആള് സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മളെ ട്രെയിനിന്റെ ഒക്കെ ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നു. പില്ലോയും ബ്ലാങ്കറ്റും വേണമെന്നുണ്ടെങ്കിൽ പില്ലോയ്ക്ക് ഒരു 20 രൂപയും ബ്ലാങ്കറ്റിന് 50 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരാൾക്ക് നമുക്കിവിടെ യാത്ര ചെയ്യുന്നതിന് 170 രൂപയോളം റെന്റ് വരും. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള 2 പ്ലഗ് പോയിന്റ് ഇതാ ഇവിടെ ഉണ്ട്. അതിന്റെ അടി പോർഷനിൽ തന്നെ 2 ലഗേജ് വയ്ക്കാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ. ആ ലഗേജ് ബോക്സ് നമ്മൾ തന്നെ പൂട്ടി ചാവി സൂക്ഷിക്കണം. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ചാവി കളഞ്ഞു പോയി കഴിഞ്ഞാൽ 100 രൂപ അതിന് ഫൈനും ഈടാക്കുന്നതാണ്. ഈ ബസ്സിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെയും പൈസ നമ്മളെ ഈടാക്കുന്നതാണ്. ഇപ്പോൾ പൊതുവെ നമ്മൾ കാണുന്നതാണ് KSRTC ബസ്സിനകത്തൊക്കെ ഓരോരുത്തർ സീറ്റൊക്കെ വലിച്ച് കയറും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പൈസയും ഇവരിത് ഈടാക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അതിനെ യൂസ് ചെയ്യുക, പക്ഷേ മിസ്യൂസ് ചെയ്യരുത്. അപ്പം നമുക്കിനി എന്തായാലും ബാക്കി വിശേഷങ്ങളല്ല. ഇന്നത്തെ നൈറ്റ് ഇതിനകത്ത് കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ നമ്മൾ KSRTC മറ്റേ ട്രിപ്പ് ഉണ്ടല്ലോ നമ്മളെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ആ ട്രിപ്പിലും കൂടെ ഇതാക്കിയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ. നീ എവിടെയെങ്കിലും അപ്പുറത്തെ പോയി കിടന്നുറങ്ങിക്കോ. ഓളാം.